ഒരുമിച്ച് നേരിടേണ്ടേ എന്നാണ് ചോദ്യം. അതിലെന്താ സംശയം വരുന്നുണ്ട്? നമുക്ക് ഒരുമിച്ച് നേരിടുക എന്നുള്ളത് തന്നെയാണ്. റിപ്പോർട്ടർ TV ഏറ്റെടുത്ത ഈ യുദ്ധം വിജയിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതോടുകൂടി കേരളത്തിലെ സമൂഹം ഉണർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നിയമസഭയിലടക്കം ഇന്നത്തെ ചർച്ച വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത്. അവിടെ താൽക്കാലികമായ ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ വന്നെങ്കിൽ കൂടെ അത് കേരളത്തിലെ ജനങ്ങൾ ആ അർത്ഥത്തിലൊന്നും അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾക്ക് ഓരോരുത്തരും ഓരോ പോലീസാകണം എന്നുള്ളതാണ്. ഈ കാര്യത്തിനകത്ത് നമ്മളെല്ലാവരും പോലീസായിരിക്കണം. ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം ഓരോ കുടുംബനാഥന്മാരും നാഥന്മാരും ഇറങ്ങേണ്ടത് എന്നുള്ളത്. അവരുടെ കുട്ടികളെ എങ്ങനെ അവർ പരിപാലിക്കണം എന്നുള്ളത് ഇവൻ ഞാൻ ഉദാഹരണം പറയാം. ഒരു രക്ഷിതാക്കൾ, ഒരു അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ധാരണ വേണം. അവരെങ്ങനെയാണ് നമ്മുടെ ഒരു 85% വരുന്ന രക്ഷിതാക്കൾക്കും അങ്ങനെ ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവരുടെ ആകെ ധാരണ എന്താണെന്നറിയോ? അവരുടെ ഏക ധാരണ ഇവരൊരു പ്രൊഫഷണലാക്കുക എന്നുള്ള ഒറ്റ ധാരണ മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ പ്രൊഫഷണലാക്കാം, അവരെങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാം. ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. വൃത്തിയായി വിദ്യാഭ്യാസ കച്ചവടം നടക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത്? ഇത് പ്രൈമറി സ്കൂൾ തുടങ്ങി വിദ്യാഭ്യാസ കച്ചവടമാണ്. പ്രൈമറി സ്കൂൾ അതിന് മുൻപ് എന്താണ് ഒരു സംവിധാനം ഉണ്ടല്ലോ, കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് വിദ്യാഭ്യാസ കച്ചവടം നടക്കണം. അവരാണ് മോൾഡ് ചെയ്യുന്നത് പിള്ളേരെ. വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുന്നത് ഒരിക്കലും രക്ഷിതാക്കളല്ല. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും രക്ഷിതാക്കളല്ല വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുന്നത്. അതാരാണ്? അത് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വൃത്തിയായി മാനേജ്മെൻറ്റ് പഠിച്ചു വെച്ചിരിക്കുന്ന മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങളനുസരിച്ച് വിദ്യാർത്ഥികൾ പോകുന്നുള്ളതാണ്. കിൻഡർ ഗാർഡൻ തുടങ്ങി എല്ലാവരും എൽ പി സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ തുടങ്ങി ഹൈസ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്നുള്ളത് പിള്ളേരെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്നവർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ലിസ്റ്റ് അടക്കം ഇപ്പോൾ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട്. അവരെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അവരെങ്ങനെ തീരുമാനം നടപ്പിലാക്കണമെന്ന് തീരുമാനം, അതിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അവർ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം കേരളത്തിലെ എത്ര രക്ഷിതാക്കൾ ഇവരെ മോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല. ഒരാൾക്കും എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അവർ മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഇവർക്ക് എങ്ങനെയാണ് മൊബൈൽ, ഏതൊക്കെ സംവിധാനങ്ങൾ മൊബൈൽ കാണാം, ഏതൊക്കെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുക, ഏത് സമയത്ത് വിദ്യാർത്ഥികളെ കളിക്കാൻ വിടാം, ഏത് സമയത്ത് ഡാൻസ് പഠിക്കാൻ വിടാം, ഏത് സമയത്ത് പാട്ട് പഠിക്കാൻ വിടാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാവരും പാട്ട് പഠിക്കാൻ വിടും. ഏത് സംവിധാനത്തിൽ നോക്കിയാലും പാട്ട് കൊടുത്തുകൊണ്ട് ഡാൻസുമായിരുന്നു. ഇപ്പോൾ എവിടെയും കേൾക്കുന്നുണ്ടോ പാട്ട് കൊടുത്തുകൊണ്ട്? അത് ആ ട്രെൻഡ് തീർന്നു. ഓരോ ട്രെൻഡിനനുസരിച്ച് വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡില്ല. ഇപ്പോൾ ആരെങ്കിലും പാട്ട് പഠിക്കാൻ വിടുന്നുണ്ടോ? വളരെ ചുരുക്കം സംവിധാനമാണ്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഈ പറയുന്ന പാട്ടും ഡാൻസും ഉണ്ട്. അതോടുകൂടി കഴിഞ്ഞു ആ സംവിധാനം. രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ഒരാളും ബോധേഡല്ല എന്നുള്ളതാണ്. ആകെ ഞാൻ പറയുന്നത്, ഒരു വർഷം 4 ലക്ഷം പിള്ളേർ, ഏകദേശം 4 ലക്ഷം പിള്ളേരാണ് SLC കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? SLC കഴിഞ്ഞ് 4 ലക്ഷം പിള്ളേർ പുറത്തിറങ്ങുമ്പോൾ എന്തറിയോ? അതിനകത്ത് 60% എൻട്രൻസ് കോച്ചിങ്ങിന് പോവാണ്. 60% എൻട്രൻസ് കോച്ചിങ്ങിന്. ഈ 60% എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് എവിടെ ഈ 60%ത്തിലുള്ള ജോലിയുള്ളത്? 3 ലക്ഷം പിള്ളേർ ഒരു വർഷം പഠിച്ചിറങ്ങി എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് എവിടെ ഈ സംവിധാനത്തിന് ജോലിയുള്ളത്? അവൻ്റെ ഏക ലക്ഷ്യം പിന്നെ എന്താണ്? അവൻ കേരളത്തിന് പുറത്തും ഇതേ അവസ്ഥയാണ്. അവിടെ എൻട്രൻസ് കോച്ചിങ്ങാണ്. അവിടെ ഇത് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അവരെന്ത് ചെയ്യും? ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ യുവതലമുറ മുഴുവൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ പിള്ളേരെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്, രക്ഷിതാക്കളുടേതാണ്. ഞാനിതിനകത്ത് സർക്കാരിനെ കുറ്റം പറയുകയില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെ വളർത്താൻ എങ്ങനെയെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇപ്പം രാവിലെ ആകെ കുട്ടികളുമായി ബന്ധപ്പെടുത്തുന്ന ആൾ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താ, അമ്മ കുട്ടീനെ രാവിലെ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുമ്പോഴും അച്ഛനില്ല, തിരിച്ചു വരുമ്പോഴും അച്ഛനില്ല. അച്ഛനായി കുട്ടികളെ കാണുന്നതന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇവർ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ബസ്സിൽ കയറുന്നു, നേരെ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് നേരെ തിരിച്ചു വരുന്നു, വീട്ടിൽ കയറുന്നു. വീട്ടിൽ വന്നാൽ ആദ്യം തന്നെ ടോം ആൻഡ് ജെറി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സാധനം വെച്ച് കൊടുക്കുകയാണ്. അല്ല, അതൊക്കെ അല്ല, മൊബൈലിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അമ്മമാർ തന്നെ ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്താൽ ഫുഡ് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്താണ് ഫുഡ് കൊടുക്കുന്നത്. ഈ ഫുഡ് കൊടുക്കുമ്പോൾ അവസ്ഥ എന്താ? കുട്ടി അറിയാതെ കഴിച്ചുകൊണ്ടേ കുട്ടിയുടെ മനസ്സിൽ ഫുഡ് കഴിക്കുന്ന രുചിയില്ല, അവരുടെ സംവിധാനമില്ല. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കഴിക്കുന്നു. അത് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിക്കോളൂ. റെസ്റ്റോറൻറ്റിൽ ചെന്നാലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മൊബൈൽ ഓണാക്കി വെച്ച് കൊടുത്തേക്കാണ്. ഒരു പ്രശ്നമില്ലാതെ കുട്ടി കഴിക്കും, ഒരു ടെൻഷനുമില്ല. ശൈലി അങ്ങനെയായി. നമ്മളായിട്ട് ചെറിയ കുഞ്ഞു മനസ്സുകളിൽ ചെയ്തു കൊടുക്കുന്ന വിഷമാണിത്. ഈ വിഷത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരാതെ കുട്ടികളെ കുറ്റം പറയാൻ എന്താ കാര്യം? ഇത് മാത്രമാണോ സംവിധാനം എന്ന് പറയുന്നത്? ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളായി വളർത്തുന്ന അധ്യാപകരിന്ന് സ്കൂളുകളിലുണ്ടോ?
അവരെ എങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ജോലിയായി മാറി ഇപ്പോൾ. നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ വിദ്യാർത്ഥികളെ കൊണ്ടു നടന്നിരുന്ന അധ്യാപകർ വളരെ കുറവാണ്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വളരെ കുറവാണ്. അവർക്ക് എന്താണ് അതെ, അവർ 60-65 പിള്ളേർ ക്ലാസ്സിലിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രൊഫഷണൽ ജോലി. അവർ 55,000 രൂപ 60,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അവർ പ്രോപ്പറായിട്ട് ലീവ് എടുക്കുന്നു, അവർ വന്നിട്ട് അവരെ പോർഷൻ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. പഠിച്ചാൽ പഠിച്ചു, പഠിച്ചില്ലേ പഠിച്ചില്ല. അങ്ങനെ അല്ലായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഓരോ കുട്ടികളെയും അവരെന്താണെന്നും അവർ അച്ഛനാരാണെന്നും അമ്മ ആരാണെന്നും ഏത് രീതിയിലാണ് വളർന്നു വരുന്നതെന്നും അവരുടെ എല്ലാ വിഷമങ്ങളും അറിയാവുന്ന ഒരു അധ്യാപകരുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള നാടിൽ അങ്ങനെ ഒരു അധ്യാപകരില്ല എന്നുള്ളതാണ്. അങ്ങനെ അധ്യാപകരെ മോൾഡ് ചെയ്താൽ നമ്മുടെ സർക്കാരിന് കഴിയുന്നുണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നുണ്ടോ? അതൊട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത്, ഇത് എന്താണ് കേരളത്തിൽ നടക്കേണ്ടത് എന്നുള്ള വലിയ രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. നമ്മൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ എടുത്തപ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയല്ലോ. എങ്ങനെ വരണം, ഏതൊക്കെ സ്ഥലം ഏറ്റെടുക്കണം, എവിടെയൊക്കെ റോഡ് വേണം, എവിടെ വൈഡനിങ് വേണം, എവിടെ നീളം കൂടണം, വീതി കൂടണം എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെയാണല്ലോ നമ്മൾ നാഷണൽ ഹൈവേ പണിയുക. അതിനേക്കാളും വലിയ രീതിയിലൊരു പ്ലാൻ വേണമെന്നാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം അറ്റ്ലീസ്റ്റ് 18 വയസ്സ് കഴിയുന്നത് വരെ എങ്ങനെ കേരളത്തിൽ വളർത്തണം എന്നുള്ള രീതിയിലൊരു പ്ലാൻ വേണം. അവരെ എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ ശൈലിയിൽ പഠിപ്പിക്കണം, അവരെ ഏതൊക്കെ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള പ്ലാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിന്ന് രക്ഷ തേടാൻ ഒരു മാർഗമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഡ്രഗ്സിൻ്റെ സംവിധാനത്തിന് മാത്രമല്ല. നമ്മൾ ഈ ഡ്രഗ്സ് മാത്രം മാറ്റി വെച്ചോളൂ. നമ്മൾ ഡ്രഗ്സിനെ എല്ലാം മാറ്റി വെക്കുക. ഡ്രഗ്സ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അവിടെയും ഈ പറയുന്ന പ്രശ്നം വലുതാണ്. ഈ പറയുന്ന പ്രശ്നം സാമൂഹ്യ ജീവി അല്ലാതെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നുള്ള ഒരു സാമൂഹ്യ ജീവില്ല. നിങ്ങളുടെ വീടിന് അടുത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടീനോട് ചോദിച്ചു നോക്കും, നിങ്ങളുടെ അടുത്തുള്ള ഒരു 5 വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് വെച്ചാൽ അവൻ അറിയുന്നുണ്ടാവില്ല. അവൻ ആരാണെന്ന് അറിയില്ല, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് അറിയില്ല, അത് ഏത് ശൈലത്തിലാണ് അവർ ജീവിക്കുന്നത് അറിയില്ല, ആരാണ് അവർ ജീവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇന്നത്തെ സംവിധാനം അങ്ങനെ ഒരു വലിയ സംവിധാനത്തിൽ അപ്പം നമ്മൾ ഡ്രഗ്സ് മാത്രമല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റുന്നത്. കുട്ടികളെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ ഡ്രഗ്സ് മാത്രമല്ല, പിന്നെ എന്താണ് നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് വലിയ രീതി, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞൊരു വലിയ രീതിയിൽ കമ്പോളമായി മാറി. ഈ കമ്പോളത്തെ നേരിടേണ്ടത് ഈ 4-5 പേര് അല്ല എന്താണ് 5-25 വർഷം മുന്നേ നിയമം വെച്ചിട്ട് ആ നിയമത്തിൻ്റെ വില വെച്ചത് ഒന്നും നടക്കില്ല. ഇന്നത്തെ കാലത്തിന് എന്താ അനുയോജ്യമായ നിയമം, ആ നിയമം ഉണ്ടാക്കാൻ നിയമസഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ നിയമസഭയിലെ ചർച്ച വളരെ മോശമെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ ഇവർ ഒറ്റക്കെട്ടാണ്, അതിൽ നല്ല അഭിപ്രായം. പക്ഷേ വേറെ നിയമസഭ എന്ന് പറയുന്നത് നിയമം പാസ്സാക്കുന്ന സമയമാണ്. ഇന്നത്തെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് ഏത് രീതിയിലുള്ള നിയമം പാസ്സാക്കാൻ പറ്റും? ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. ഇന്ന് നടന്ന എന്താണ്, മുഖ്യമന്ത്രി പറയുന്നു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ, ഇതാണ് ഒരു പെട്ടിയിൽ നിന്ന് മറ്റേ പെട്ടിയിലേക്ക് എന്ന് പറയുന്നു കേരളത്തിൻ്റെ അവസ്ഥ. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതാണ് ഞാൻ കണ്ട കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്നുള്ളതാണ്. നിയമം പാസ്സാക്കാൻ കേരളത്തിൽ പറ്റുന്നുണ്ടോ? നിയമം പാസ്സാക്കി നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും വലിയ രീതിയിലുള്ള ക്യാമ്പയിനായി മുന്നോട്ട് വെക്കാൻ പറ്റണം. പരിധിക്കപ്പുറം നിയമത്തിൻ്റെ അപ്പുറത്ത് സമൂഹത്തിൽ ഇടപെടൽ, ഞാൻ പറയുന്നത് ഡെത്ത് പെനാൽറ്റിയാണ്. ഞാൻ വകുപ്പിന്റെ അല്ല ഉണ്ണി സാറേ, ഞാൻ പറയുന്നത് 1/3 അല്ല 25,000 സോറി 1 ലക്ഷം കേസ് ഇടപെടൽ വേണം. Meet the editors.